നമസ്കാരം. വായിക്കാൻ കഴിയാത്ത ലേബലുമായി വിപണിയിലുള്ള ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന കമ്പനിയുടെ ബേബി ഷാംപൂ 2011 ലീഗൽ മെട്രോളജി ചട്ടം ലംഘിച്ചതിനാൽ ഉപഭോക്താവിന് 60,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി വിധിച്ചു. ഇതിൽ 25,000 രൂപ ലീഗൽ എയ്ഡ് ഫണ്ടിലേക്കാണ് അടയ്ക്കേണ്ടത്. തെറ്റായ റിപ്പോർട്ട് നൽകിയ ലീഗൽ മെട്രോളജിയിലെ 2 ഉദ്യോഗസ്ഥർക്ക് 15 ദിവസത്തിൽ കുറയാത്ത പരിശീലനം നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി. എറണാകുളം ഇടപ്പള്ളി സ്വദേശി വേണുഗോപാലപിള്ള, ജോൺസൺ ആൻഡ് ജോൺസൺ റിലയൻസ് റീറ്റെയിൽ ലിമിറ്റഡ് അസിസ്റ്റന്റ് കൺട്രോളർ ലീഗൽ മെട്രോളജി എറണാകുളം ഇവർക്കെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. പരാതിക്കാരൻ 100 ml അളവുള്ള ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി ലോഷൻ വാങ്ങുകയും ആ ബോട്ടിലിൽ യൂസേജ്, ഇൻഗ്രീഡിയൻസ് എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2011 ലീഗൽ മെട്രോളജി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും അവ്യക്തവും ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് മാത്രമേ വായിക്കാൻ കഴിയൂ എന്നും പരാതിയിൽ പറയുന്നു. ലീഗൽ മെട്രോളജി വകുപ്പിന് ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. എതിർകക്ഷിയുടെ അനുചിതമായ വ്യാപാര രീതി തടയണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് വേണുഗോപാലപിള്ള പരാതി നൽകിയത്. എന്നാൽ ലേബലിലെ അക്ഷരങ്ങൾക്ക് നിയമാനുസൃതമായ വലിപ്പമുണ്ടെന്ന് ജോൺസൺ ആൻഡ് ജോൺസൺ ബോധിപ്പിച്ചു. ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാതാക്കൾ നൽകുന്നതാണ് റീറ്റെയിലർ വിൽക്കുന്നത് എന്നും നിയമം അനുശാസിക്കുന്ന വലിപ്പം ലേബലിലെ അക്ഷരങ്ങൾക്കുണ്ടെന്ന് റിലയൻസും വാദിച്ചു. തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം 2011 ലീഗൽ മെട്രോളജി ദ പാക്കേജസ് ആൻഡ് കമ്മോഡിറ്റീസ് ചട്ടപ്രകാരമുള്ള വലിപ്പം ലേബലിലെ അക്ഷരങ്ങൾക്ക് ഉണ്ടെന്ന് ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ 2 പ്രാവശ്യം രേഖാമൂലം സാക്ഷ്യപ്പെടുത്തി. പരാതിക്കാരൻ്റെ ആവശ്യപ്രകാരം 2 കുപ്പികളുടെ ലേബൽ പരിശോധനയ്ക്കായി കോടതി വിദഗ്ധനെ നിയോഗിക്കുകയും ഈ റിപ്പോർട്ട് പ്രകാരം ലേബലുകളിൽ അച്ചടിച്ച അക്ഷരങ്ങൾ ചട്ടവിരുദ്ധമാണെന്നും വായിക്കാൻ കഴിയുന്നതല്ലെന്നും ബോധ്യമാവുകയായിരുന്നു. കൂടാതെ ഉപഭോക്താവിന് പരാതി നൽകാനുള്ള വിലാസം, ടെലിഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവ ഉൾപ്പെടുന്ന കൺസ്യൂമർ കെയർ വിശദാംശങ്ങൾ എന്നിവ ലേബലിൽ ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലീഗൽ മെട്രോളജിയിലെ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിന് വിരുദ്ധമായിരുന്നു കോടതി നിയോഗിച്ച വിദഗ്ധ റിപ്പോർട്ട്. ലേബലിൽ ഉള്ള അക്ഷരങ്ങളുടെ ഉയരവും വീതിയും പരിഗണിക്കാതെ അവ്യക്തമായും വ്യക്തമായും അച്ചടിക്കാൻ കഴിയുമെന്ന് കമ്മീഷൻ വിലയിരുത്തി. ലേബലിലെ അറിയിപ്പുകൾ ചട്ടപ്രകാരവും വ്യക്തവും പ്രാമുഖ്യത്തോടെയും നിയമത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ പ്രതിഫലിക്കുന്നതുമാകണം. ഉപഭോക്തൃ അവകാശ സംരക്ഷണത്തിനായി നിർമ്മിച്ച ലീഗൽ മെട്രോളജി നിയമം ഫലപ്രദമായി നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർ നൽകിയ ഈ റിപ്പോർട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ തന്നെ തുരങ്കം വയ്ക്കുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. ഇതുമൂലം നിരവധി ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായും കോടതി വിലയിരുത്തി. ലീഗൽ മെട്രോളജി നിയമത്തിൽ ഇളവുകളുണ്ട് എന്ന എതിർകക്ഷികളുടെ വാദവും കോടതി തള്ളി. കൺസ്യൂമർ കെയർ വിശദാംശത്തിൻ്റെ കാര്യത്തിൽ ഈ ഇളവ് ബാധകമല്ലെന്നും DB ബിനു പ്രസിഡന്റും V രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവർ മെമ്പർമാരുമായ ബെഞ്ച് വ്യക്തമാക്കി. ഇനി മുതൽ നിയമാനുസൃതമല്ലാത്ത രീതിയിൽ പാക്കിംഗ് ലേബൽ ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ടും 2011 ലീഗൽ മെട്രോളജി ദ പാക്കേജസ് ആൻഡ് കമ്മോഡിറ്റീസ് ചട്ടപ്രകാരം പ്രവർത്തിക്കണമെന്നും കോടതി ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിക്ക് നിർദ്ദേശം നൽകി. എതിർകക്ഷികളുടെ നിയമവിരുദ്ധമായ പ്രവർത്തനം മൂലം നിരവധി ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സാഹചര്യത്തിൽ 25,000 രൂപ കൺസ്യൂമർ ലീഗൽ എയ്ഡ് ഫണ്ടിലേക്ക് അടയ്ക്കാനും നിർദ്ദേശമുണ്ട്. 35,000 രൂപ പരാതിക്കാരന് നഷ്ടപരിഹാരമായി നൽകുകയും വേണം. ലീഗൽ മെട്രോളജിയിലെ ഉദ്യോഗസ്ഥരായ KM മുഹമ്മദ് ഇസ്മായിൽ, സാജു MS എന്നിവർ കോടതിയിൽ തെറ്റായ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ ലീഗൽ മെട്രോളജി നിയമത്തെക്കുറിച്ചും ചട്ടത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും 15 ദിവസത്തിൽ കുറയാത്ത കാലയളവിൽ 45 ദിവസത്തിന് ഉള്ളിൽ ഇവർക്ക് പരിശീലനം നൽകാൻ സംസ്ഥാന ലീഗൽ മെട്രോളജി കൺട്രോളർക്കും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.